ദുരന്തം നേരിട്ട് കണ്ടവരാണ് ഞങ്ങള്. പുറത്തേക്ക് ഇറങ്ങി ഒരൊച്ച വരുന്നത് കേട്ടിട്ട് വാതിൽ തുറക്കാൻ കഴിയില്ല. വാതിൽ വലിച്ചു തുറന്നു നോക്കുമ്പോൾ എന്റെ മോൻ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുക. അതിന് കല്ലും മണ്ണിന്റെ ഉള്ളിൽ നിന്ന് എന്റെ മോനെ രക്ഷപ്പെടുത്തി മേലെ കയറിയതുകൊണ്ട് ഞങ്ങൾ 5 ആള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോ തന്നെ ഞങ്ങളെ വീടൊന്നുമില്ല, എല്ലാം പോയി, ഒന്നുമില്ല, ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടു. രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പൊട്ടലിൽ തന്നെ ഞങ്ങൾ പോയി. 2ാമത്തെ പൊട്ടലിലാണ് വീടൊക്കെ പോയത്. ഫസ്റ്റ് പൊട്ടൽ മുൻഭാഗം മാത്രം പോയിട്ടുണ്ടായിട്ടുള്ളൂ. ഉള്ളൊക്കെ ഒന്നും കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ 4 ആള് സേഫായിരുന്നു. മോനാണ് ഫുള്ളും ഇടിഞ്ഞു പൊളിഞ്ഞു ചാടി അവനെ മേത്തായിരുന്നുണ്ടായത്. അവനെ രക്ഷപ്പെടുത്തി ഞങ്ങള് മേളിലോട്ട് പോയി. എങ്ങനെ ജീവ രക്ഷിക്കണല്ലോ എന്ന് പറഞ്ഞ് പോയി. ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയപ്പോത്തിന് 2ാമത്തെ പൊട്ടലുണ്ടായി, എല്ലാം പോയി. മോന് പരിക്കുണ്ട്. ലിയോയിലാണ് കൊണ്ടുപോയി കാണിച്ച്. ചതവുണ്ട്, അവന്റെ കാലിലും ഊരയ്ക്കൊക്കെ ചതവുണ്ട്. അവനവിടെ ഉണ്ട്. മേഖലയിൽ കൂടുതലും ഈ തൊഴിലാളികളാണല്ലോ. അപ്പോൾ ഈ കാരന്നെ അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്നവർ തന്നെയാണ്. ഒരുപാട് പേര് പോയിട്ടുണ്ട്. ആരാണ് എവിടെ ഒന്നും പറയാൻ കഴിയുന്നില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒന്നുമില്ല. രാത്രി നമ്മള് കിടക്കുമ്പോ കണ്ട ഒരു ഭാഗമല്ല അതവിടെ. ഇവിടുന്ന് നോക്കുമ്പോ ദൂരെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോഴാണ്. എണീറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ല. ഞങ്ങളെ ജീവിതമാർഗമായ വണ്ടി എല്ലാം മുറ്റത്തായിരുന്നു, എല്ലാം പോയി. എണീറ്റ് നോക്കിയപ്പോൾ ഞാനും മോനും കൂടി ഫസ്റ്റ് അതാ നോക്കിയത്. നോക്കുമ്പോൾ ആ ഭാഗം ഒന്നുമില്ല. പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. വേഗം ഞങ്ങളെ തടികൊണ്ട് ആദ്യത്തെ പൊട്ടലുണ്ടാവുന്നത് ഈ പുലർച്ചെ 1 മണി 1:30 ടൈമിൽ. അപ്പൊ കുറഞ്ഞ് ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ഫ്രണ്ടിലുള്ള വീട്ടുകാർ ഞങ്ങളോട് രക്ഷപ്പെടാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. ഞങ്ങൾ കൂക്കുന്നുണ്ട്, അവരും കൂക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. കാരണം മുറ്റം ഫുള്ള് ഹൈറ്റിലുള്ള വീടുള്ള ഞങ്ങളവിടെ ഫുള്ളും വെള്ളം പോകുന്നുണ്ടെങ്കിൽ അത്രയും മണ്ണും ചളിയും വന്ന് അടഞ്ഞില്ലേ. ഞങ്ങൾ എങ്ങനെ ഇറങ്ങും പുറത്തോട്ട്? മേളിലോട്ട് ഞങ്ങൾ കയറി. പക്ഷെ ആ കുടുംബം സേഫാണ്, ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊന്നും എവിടെ എന്താന്നോ ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. ചൂരമലയും മുണ്ടക്കയും തമ്മിൽ രണ്ടും വേർപെട്ടു പോയ അവസ്ഥ. അവിടുന്ന് പൊട്ടി വന്നതാണ്. എട്ടാമ്പുറന്ന് പൊട്ടി മുണ്ടക്കായിന്ന് വന്നതാണ്. ഇപ്പോ ഈ ദുരന്തം ഇത്ര വലിയ ദുരന്തമായി മാറിയത്. 2 സ്ഥലത്തും കൂടി വന്നപ്പോ പുഴ രണ്ടും കൂടി ഇപ്പോ ഫുൾ പ്രദേശം ശൂന്യാണ്. അവിടെ ഒന്നുമില്ല. അവിടെ കാലങ്ങളായി നമ്മൾ താമസിച്ചു വന്ന ഒരു ഗ്രാമം തന്നെ എല്ലാം പോയി, ഒന്നുമില്ല അവിടെ. അതൊന്നും പറയൂ പോലും ഇല്ല. നമ്മൾ ജീവിച്ചത് ഒരിക്കലും ഉറക്കത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഒരു പ്രളയം വരുന്നു. എത്രയോ പുഴ അകലെയാണ്. പക്ഷെ ഇപ്പൊ പുഴ നമ്മുടെ വീടിന്റെ മുറ്റത്തായിപ്പോ. നിരവധി പേര് അതിനുള്ളിൽ കുടുങ്ങി കിടപ്പുണ്ടെന്ന്. ഒരുപാട് പേര്. എത്ര പേരെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളെ വീടിന്റെ നേരെ മുന്നിലുള്ള 6 പേരും ഇപ്പൊ 3 ആളെ കിട്ടി. ഇനി 2 ആളെ കിട്ടിയിട്ടില്ല പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ മേലേക്കുള്ളവരൊക്കെ ഒരുപാടുണ്ട്. അതിലൊക്കെ 1ഓ 2ഓ ബോഡിയൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ള ഏകദേശം ആൾക്കാരൊക്കെ പോയി. ഞങ്ങളത് ഞങ്ങൾ എന്റെ ഫ്രണ്ട്സുകളാണ്. ഞങ്ങൾ 10ഉം ഒരുമിച്ച് അങ്ങനെ കഴിഞ്ഞവരാ. അതിന് 7 എണ്ണം അങ്ങ് പോയി.